എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ വേവൂഷാനാണെങ്കിൽ അവൻ്റെ ചേച്ചിയുടെ മോന് വേണ്ടിയിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വേവൂഷാന് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ സെറിമണിക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വേവൂഷാൻ നല്ല എക്സൈറ്റഡും ആയിരുന്നു. അങ്ങനെ അവനും വെന്നിങ്ങും കൂടി ചേർന്നായിട്ട് ആ ജിൻക്ലാനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. പോകുന്ന വഴിയിൽ വെച്ചിട്ട് നമ്മളുടെ ആ വേവൂഷാൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡില്ലേ, അവൻ്റെ കസിനാണെങ്കിൽ നമ്മുടെ വേവൂഷാനെ കാണാൻ വേണ്ടി വഴിയിലായിട്ട് വന്ന് നിൽക്കും. അവൻ്റെ ഉദ്ദേശം അത്ര നല്ലതൊന്നും ആയിരുന്നില്ല. അവനാണെങ്കിൽ നമ്മുടെ വേവൂഷാൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാണെങ്കിൽ ഏതോ ഒരു കേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ഭയങ്കര മാരകമായിട്ടുള്ള ഒന്നാണ്. ഈ ചെറുക്കൻ വിചാരിക്കുന്നത് തന്നെ ഇതിൻ്റെ പിന്നിൽ നമ്മുടെ വേവൂഷാനാ എന്ന. ഇതിനെപ്പറ്റിയൊക്കെ അവനാണെങ്കിൽ നമ്മുടെ വേവൂഷാൻ്റെ അടുത്ത് പറയും. എന്നാൽ വേവൂഷാൻ അവിടെ തുറന്ന് പറയും, എനിക്കിതിനകത്ത് ഒരു പങ്കുമില്ല, ഞാൻ എന്തിനാ നിന്നെ കേഴ്സ് ആക്കുന്നത്, ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് എന്ന്. എന്നാൽ ഈ കസിൻ ചെറുക്കനാണെങ്കിൽ അതൊന്നും കേൾക്കാൻ റെഡിയായിരുന്നില്ല. അവൻ നമ്മളുടെ വേവൂഷാനെ നല്ലതുപോലെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അവസാനം ഒരു നിവൃത്തിയും ഇല്ലാണ്ട് നമ്മുടെ വേവൂഷാനാണെങ്കിൽ അവൻ്റെ ഓടക്കുള്ളെടുത്ത് വായിക്കേണ്ടതായിട്ട് വരും. വെന്നിങ് അങ്ങനെ വീണ്ടും ദുഷ്ടശക്തിയെ പോലെ ആയിട്ട് അവിടെയുള്ള ആൾക്കാരെല്ലാം നല്ലതുപോലെ ടോർച്ചർ ചെയ്യും. അവൻ എല്ലാവരെയും കൊല്ലാൻ നോക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ വേവൂഷാൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡില്ലേ, അവൻ അവിടോട്ട് വരും. അവനവിടെ വന്നിട്ട് നമ്മളുടെ വേവൂഷാനെ കൂളാക്കാൻ വേണ്ടിയിട്ട് നോക്കും. വേവൂഷാൻ അവിടെ ചോദിക്കുന്നത് തന്നെ, നിങ്ങളുടെ ഫാമിലി എന്നെ ഇൻവൈറ്റ് ചെയ്തത് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ? എന്നാൽ അവിടെയായിട്ട് നമ്മുടെ വേവൂഷാൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് പറയുന്നത് തന്നെ, അങ്ങനെയൊന്നുമില്ല, നിനക്ക് എന്തോ തെറ്റിദ്ധാരണ പറ്റിയതാണ്. ഇവിടെയുള്ള ഫൈറ്റിൻ്റെ പിന്നിലെ മെയിൻ ആളെന്ന് വെച്ചാൽ ആ ഗാവു എന്ന് പറഞ്ഞ നുണക്കുഴിയുള്ളവനില്ലേ, അവനാണ് ഇവൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ കുത്തിവെച്ചിരിക്കുന്നത് എന്ന്. ഇവിടെ നമ്മളുടെ വേവൂഷന് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അവനവിടെ പറയും, നീ മര്യാദയ്ക്ക് എൻ്റെ മുന്നിൽ നിന്ന് മാറി നിൽക്ക്, നിന്നെ ഞാനൊന്നും ചെയ്യത്തില്ല, പക്ഷെ ബാക്കിയുള്ളവരെ വെറുതെ വിടുമെന്ന് നീ എക്സ്പെക്ട് ചെയ്യേ വേണ്ട. ഇതും പറഞ്ഞിട്ട് വേവൂഷൻ വീണ്ടും ഓടക്കുഴി വായിക്കാൻ തുടങ്ങും. എന്നാൽ ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ വെന്നിങ്ങിൻ്റെ കണ്ണിലായിട്ട് 2 കൃഷ്ണമണി തെളിഞ്ഞു വരും. അതായത് വെന്നിങ്ങിനെ നമ്മളുടെ വേവൂഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ ഒരു കൃഷ്ണമണി മാത്രമാണ് പോപ്പായിട്ട് തെളിഞ്ഞു വരുന്നത്. എന്നാൽ ഇവിടെയായിട്ട് 2 കൃഷ്ണമണി കാണും. അതിൻ്റെ അർത്ഥം നമ്മളുടെ വേവൂഷാൻ കൺട്രോൾ ചെയ്യുന്നത് മാത്രമല്ലാണ്ട് വെന്നിങ്ങിനെ വേറെ ആരോ കൺട്രോൾ ചെയ്യുന്നുണ്ട്. വേവൂഷാൻ്റെ കയ്യിലായിട്ട് നിൽക്കത്തില്ല. വേവൂഷാനാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ചെയ്യാൻ പറയുന്നതിന് നേരെ ഓപ്പോസിറ്റാണ് അവൻ ചെയ്യുന്നത്. അതായത് വേവൂഷാൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡില്ലേ, അവനെ അങ്ങ് കുത്തും. വേവൂഷാൻ നല്ലതുപോലെ ഷോക്കായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ വെന്നിങ് ആണെങ്കിൽ ബാക്കി ആരൊക്കെയാണോ അവിടെ ഉണ്ടായിരുന്നത് അവരെ എല്ലാവരെയും കൊന്നുകളയും. വേവൂഷാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഈ വാർത്തയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജിൻക്ലാനിലുള്ള എല്ലാവരും അറിയും. വേവൂഷാൻ്റെ ചേച്ചിയായിരുന്നാലും ജിയാങ് ആയിരുന്നാലും നമ്മുടെ ലൻഷാൻ ആയിരുന്നാലും എല്ലാവരും നല്ലതുപോലെ ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് വേവൂഷാൻ അവൻ്റെ ആ ഒരു മൗണ്ടെയിനിലായിട്ട് കിടക്കുന്നതാണ്. അവിടെ അവന് ഭയങ്കരമായിട്ടുള്ള സ്വപ്നവും നൈറ്റ് മെയർസും ഒക്കെ വരുന്നുണ്ടായിരുന്നു. അവിടെയായിട്ട് നമ്മുടെ വെൻചിനുണ്ടല്ലോ, അതായത് വെന്നിങ്ങിൻ്റെ ചേച്ചി, അവളാണെങ്കിൽ വേവൂഷാൻ്റെ അടുത്ത് സോറിയൊക്കെ പറയും. അതായത് ഇവരെ കാരണമാണല്ലോ വേവൂഷൻ ഇപ്പോൾ ഈ പ്രശ്നങ്ങളിലെല്ലാം ചെന്ന് പെട്ടത്. അവിടെയായിട്ട് നമ്മളുടെ വെന്നിങ്ങിനും ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. വേവൂഷാൻ അവൻ്റെ അടുത്ത് നല്ല ദേഷ്യമുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ വെൻചിൻ പറയും, നീ വിഷമിക്കണ്ട, ഞങ്ങളിത് സോൾവ് ചെയ്തോളാം, എല്ലാവരുടെ ചെന്നിട്ട് ഞങ്ങളെല്ലാം കൺഫസ് ചെയ്തോളാം, നിന്നെ ഞങ്ങൾ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നതായിരിക്കും. എന്നാൽ നമ്മുടെ വേവൂഷാൻ അതിലൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ നമ്മളുടെ ഈ വെൻചിനാണെങ്കിൽ വേവൂഷാനെ മയക്കുമരുന്ന് കൊടുത്ത് ഉറക്കി കിടത്തിയിട്ട് അവരെല്ലാവരും നേരെ ജിൻക്ലാനിലോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ വെൻചിനും വെന്നിങ്ങും കൂടിയാണെങ്കിൽ ജിൻക്ലാനിൽ വന്നിട്ട് സറണ്ടർ ആവും. അവർ കുറ്റസമ്മതവും നടത്തും. ജിൻക്ലാനിലെ ആൾക്കാർക്കാണെങ്കിൽ ഇവരുടെ അടുത്തെല്ലാം നല്ല ദേഷ്യമായിരുന്നല്ലോ. അതുകൊണ്ട് അവരാണെങ്കിൽ ഈ ആൾക്കാരെല്ലാം കൊന്നിട്ട് അവരുടെ ആ ഒരു കവാടത്തിൻ്റെ മുന്നിലായിട്ട് കെട്ടിത്തൂക്കിയിടും. നമ്മളുടെ വേവൂഷാന് ബോധം വരുന്നതും അവൻ നേരെ വരുന്നത് ജിൻക്ലാനിലായിട്ടാണ്. അവിടെ വന്നിട്ട് നമ്മുടെ വേവൂഷാനാണെങ്കിൽ ആദ്യമേ അവൻ്റെ ചേച്ചിനെ കാണാൻ വേണ്ടിയിട്ട് വരും. ചേച്ചി ഇപ്പോൾ നല്ല വിഷമത്തിലായിരുന്നല്ലോ. അങ്ങനെ നമ്മുടെ വേവൂഷാനാണെങ്കിൽ അവളെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. വേഗം തന്നെ ഇവിടെ ആ ക്ലാൻ മെമ്പേഴ്സ് എല്ലാവരും മീറ്റിംഗ് നടത്തുന്ന സ്ഥലത്തായിട്ട് വരും. അവിടെ എല്ലാവരും വേവൂഷാനെ കാണുന്നതും അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുമായിരുന്നു. വേവൂഷാൻ അവിടെ പറയും, ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് നിങ്ങളെല്ലാവരും എൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഓരോരോ കുറ്റങ്ങളൊക്കെ ആരോപിക്കുന്നേ എന്ന്. എന്നാൽ ഈ ക്ലാൻ മെമ്പേഴ്സിനെല്ലാം കുറ്റം ചുമത്താൻ വേണ്ടി ഒരാളുടെ ആവശ്യമുണ്ടായിരുന്നു. അവരെല്ലാവരും വേവൂഷാനെയാണ് എല്ലാ കാര്യത്തിനും കുറ്റക്കാരനാക്കുന്നത്. അവിടെ അവസാനം നമ്മുടെ വേവൂഷാൻ്റെ കയ്യിൽ വേറൊരു മാർഗ്ഗവും ഇല്ലാണ്ട് അവൻ്റെ ആ ഫ്ലൂട്ട് എടുത്ത് വായിക്കേണ്ടതായിട്ട് വരും. കറക്റ്റ് സമയത്ത് തന്നെ അവിടെയായിട്ട് നമ്മുടെ ലൻഷാൻ എത്തും. അവനെ കാണുന്നതും വേവൂഷാൻ പറയും, ലൻഷാൻ, ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, എനിക്ക് നല്ലതുപോലെ അറിയായിരുന്നു ഇങ്ങനൊരു ദിവസം വരുമെന്ന്. നമുക്കിനിയിപ്പോൾ എന്തായിരുന്നാലും റിയലായിട്ട് ഫൈറ്റ് ചെയ്യാം. അങ്ങനെ അവിടെ രണ്ടുപേരും തമ്മിൽ നല്ലൊരു ഫൈറ്റിങ് തന്നെ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ലൻഷാൻ ആയിരുന്നാലും വേവൂഷാൻ്റെ അടുത്ത് പറയുന്നത്, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാം സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ, എൻ്റെ കയ്യിലൊരു മാർഗ്ഗമുണ്ട് എന്ന്. എന്നാൽ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ വേവൂഷാൻ്റെ ചേച്ചി വരും. സത്യം പറഞ്ഞാൽ വേവൂഷാൻ്റെ ചേച്ചിയാണെങ്കിൽ വേവൂഷാനോട് സംസാരിക്കാനാണ് വരുന്നത്. ഈ ആൾക്കൂട്ടത്തിൻ്റെയും തിരക്കിൻ്റെ
ഇടയിലായിട്ട് വേവൂഷന്റെ ചേച്ചിക്ക് അവനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അവനും സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളൂ. അവനങ്ങനെ ലൻഷാനോട് സംസാരിക്കാണ്ട് വേഗം തന്നെ താഴോട്ട് ഇറങ്ങി വരും അവന്റെ ചേച്ചിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ ലൻഷാൻ വന്നിട്ട് വേവൂഷാൻ്റെ അടുത്ത് പറയും, നീ ആ ഫ്ലൂട്ട് എടുത്തിട്ട് എല്ലാവരെയും ഒന്ന് കൺട്രോൾ ചെയ്ത് വെക്ക്, നമുക്കിപ്പോൾ ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ലൻഷാനും അവിടെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. എന്നാൽ പെട്ടെന്ന് തന്നെ വേവൂഷാൻ ശ്രദ്ധിക്കും ഇവൻ വായിക്കുന്ന ഫ്ലൂട്ട് അല്ലാണ്ട് വേറെ ആരോ ഫ്ലൂട്ട് വായിക്കുന്നുണ്ട് എന്ന്. ഇത് കേട്ട് വേവൂഷാൻ ഭയങ്കര ഷോക്കായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മളുടെ വേവൂഷാനാണെങ്കിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ആരെയും വലുതായിട്ട് ഹാം ചെയ്യുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് വലിയ മുറിവൊന്നും ഏൽപ്പിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ ഫ്ലൂട്ടിന്റെ സൗണ്ട് ചേഞ്ച് ആവുന്നതും ഈ ബ്ലാക്ക് എനർജി ആണെങ്കിൽ എല്ലാവരെയും നല്ലതുപോലെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. വേവൂഷാനാണെങ്കിൽ അവന്റെ ക്ലാൻ മെമ്പേഴ്സിനെ ആരെയും ഒരു പോറൽ പോലും ഏൽപ്പിച്ചിട്ടില്ലായിരുന്നു. ഈ സംഭവം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവന്റെ ക്ലാനിലുള്ള ആൾക്കാരെ എല്ലാം അടിച്ച് തെറിപ്പിക്കും. ഇവിടെ നമ്മുടെ വേവൂഷാൻ ഒന്നും മനസ്സിലാവത്തില്ല. അവൻ ഇതിൽ നിന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളുടെ വേവൂഷാനാണെങ്കിൽ അവന്റെ ചേച്ചിനെ കാണുന്ന പെട്ടെന്ന് തന്നെ ഒരു പപ്പറ്റ് പോലത്തെ സംഭവം വന്നിട്ട് അവളെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വേവൂഷാൻ ഭയങ്കരമായിട്ട് ഷോക്കാവും. ജിയാങ് ആയിരുന്നാലും വേഗം തന്നെ അവന്റെ ചേച്ചിനെ വന്ന് കെട്ടിപ്പിടിക്കും. വേവൂഷാൻ അവിടെ വന്ന് സംസാരിക്കാനിരിക്കുന്നേയും ജിയാങ് ചോദിക്കും, നീ എൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ പ്രശ്നമൊന്നുമില്ല, നീ എല്ലാം കൺട്രോൾ ചെയ്തോളാന്ന്, എന്നിട്ട് എന്താ ഇപ്പോൾ സംഭവിക്കുന്നത്, നീ എന്താ അവരെ കൺട്രോൾ ചെയ്യാത്തത്? അപ്പോൾ വേവൂഷാൻ പറയും, യഥാർത്ഥത്തിൽ ഞാനല്ല ഇങ്ങനെ ചെയ്യുന്നത്, വേറെ ആരോ ആണ്, എനിക്കറിയത്തില്ല, എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വേവൂഷാൻ അവിടെ ഇരുന്ന് കരയും. നമ്മുടെ വേവൂഷാൻ്റെ ചേച്ചിയായിരുന്നാലും അവനെ നോക്കിയിട്ട് പറയാൻ തുടങ്ങും, എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു എന്ന്. ഇത്രയും പറഞ്ഞിട്ട് വേവൂഷാൻ്റെ ചേച്ചിയാണെങ്കിൽ അവൻ്റെ തലയിലായിട്ട് കൈവയ്ക്കും. അവളാണെങ്കിൽ വേവൂഷാനെ ഷിയാനെന്ന് വിളിക്കുന്ന കേൾക്കുമ്പോഴേ നമുക്ക് നല്ല വിഷമം വരും. യഥാർത്ഥത്തിൽ അവൾക്ക് അവളുടെ കുഞ്ഞനീനെ ഭയങ്കര ഇഷ്ടമാണ്. അവളിവിടെ പറയുന്നത് തന്നെ, ഞാനാണെങ്കിൽ ഭയങ്കര ബിസി ആയിപ്പോയി, എനിക്ക് നിന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്ന്. ഇത്രയും പറഞ്ഞ് അവൾ വാത്സല്യത്തോടെ അവൻ്റെ തലയിലായിട്ട് പിടിക്കും. വേവൂഷാനായിരുന്നാലും ഭയങ്കരമായിട്ട് കരയും. അവനാണെങ്കിൽ നല്ല ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ഒരുത്തനാണെങ്കിൽ പുറകിൽ നിന്ന് നമ്മുടെ വേവൂഷാനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതാ. ഇത് കാണുന്നേയും വേവൂഷാൻ്റെ ചേച്ചി പെട്ടെന്ന് തന്നെ വേവൂഷാനെ പിടിച്ചങ്ങ് മാറ്റും. ആ വാളിൻ്റെ കുത്തുകൊള്ളുന്നത് വേവൂഷാൻ്റെ ചേച്ചിക്കാ. അവൾ അവിടെ എന്താണോ പറയാൻ വന്നത് അത് കംപ്ലീറ്റ് ആക്കാൻ പോലും അവൾക്ക് പറ്റത്തില്ല. അവൾ അവിടെ വെച്ച് മരിച്ചു പോവും. ഇത് കാണുന്നതും വേവൂഷാൻ ഭയങ്കരമായിട്ട് തകർന്നിട്ടുണ്ടായിരുന്നു. ജിയാങ്ങും നല്ലതുപോലെ കരയാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ വേവൂഷാന്റെ കൺട്രോൾ മൊത്തവും പോവും. അവൻ വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ആംലറ്റ് ഇല്ലേ, ആ സംഭവമായിരുന്നാലും അവനവന്റെ ഫുൾ പവർ എടുത്തിട്ട് പുറത്തായിട്ട് എടുക്കും. ഇത് കാണുന്നേയും എല്ലാവരും അതിന്റെ പുറകെയായിട്ടായിരുന്നു. പെട്ടെന്ന് തന്നെ വേവൂഷാനാണെങ്കിൽ നല്ലതുപോലെ മനസ്സ് മടിച്ചിട്ട് ആ ഒരു കല്ലിനെ എടുത്ത് എല്ലാവർക്കും വേണ്ടിയിട്ട് എടുത്തങ്ങ് കൊടുക്കും. ആൾക്കാരത് പിടിക്കാൻ വേണ്ടി നോക്കും. വേറുള്ള ആൾക്കാർ അവരുടെ കൈ വെട്ടിക്കളയും. എല്ലാവർക്കും ആ പവർഫുൾ ആയിട്ടുള്ള കല്ല് മതിയായിരുന്നു. വേവൂഷാൻ വേഗം തന്നെ ഒരു മലയുടെ മുകളിലായിട്ട് ചെന്ന് നിന്നിട്ട് അവിടുന്ന് ചാടാൻ വേണ്ടി തീരുമാനിക്കും. എന്നാൽ ഇത് കാണുന്നേ നമ്മുടെ ലൻഷാൻ ആണെങ്കിൽ വേഗം തന്നെ വേവൂഷാനെ രക്ഷിക്കാൻ വേണ്ടി അവൻ്റെ അടുത്തോട്ട് വരും. എന്നാൽ നമ്മുടെ വേവൂഷാൻ ഒന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. അവൻ ആ മലയുടെ മുകളിൽ നിന്ന് എടുത്തങ്ങ് ചാടും. ലൻഷാൻ വേഗം തന്നെ ഓടി വന്നിട്ട് വേവൂഷാൻ്റെ കയ്യിലായിട്ട് പിടിക്കും. വേവൂഷാൻ അവിടെ പറയുന്നത് തന്നെ, ലൻഷാൻ എന്നെ വിട്ടാരെ, ഞാൻ ഇവിടുന്ന് പോകുക, എനിക്കിനി ജീവിക്കണ്ട എന്ന്. എന്നാൽ നമ്മുടെ ലൻഷാൻ ആണെങ്കിൽ അവനെ വിടുന്ന ഒരു ലക്ഷണം ഉണ്ടായിരുന്നില്ല. ലൻഷാന്റെ കയ്യിൽ നിന്ന് നല്ലതുപോലെ ബ്ലഡൊക്കെ വരുന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ നമ്മളുടെ വേവൂഷാനെ മുറുകെ പിടിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ ലൻഷാന് വേവൂഷാനെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ എന്നാൽ അതിതുവരെ അവൻ്റെ അടുത്ത് പ്രകടിപ്പിച്ചിട്ടുമില്ല. ഇതൊക്കെ കാണുന്നതിന് പെട്ടെന്ന് തന്നെ ജിയാൻചെങ് അവിടോട്ട് വന്നിട്ട് വേവൂഷാനെ നോക്കിയിട്ട് പറയും, നീ നരകത്തിലോട്ട് പോകുന്നു പറഞ്ഞിട്ട് അവൻ്റെ കയ്യിലായിട്ട് കുത്താനായിട്ട് വരും. ഇത് കാണുന്നേ വേവൂഷാൻ വേഗം തന്നെ അവൻ്റെ കൈ വെട്ടിച്ച് ആ മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് വീഴും. നമ്മുടെ ലൻഷാൻ ആയിരുന്നാലും വേവൂഷാന്റെ പേരും വിളിച്ച് വലിയ വായിൽ കരയാൻ തുടങ്ങും. പിന്നീട് കാണിക്കുന്ന 16 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ നമ്മളുടെ വേവൂഷാൻ കണ്ണു തുറന്നിട്ടുണ്ട്. അവനപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കും. അതായത് 16 വർഷങ്ങൾക്ക് മുന്നേ നടന്നതും 16 വർഷത്തിന് ശേഷം മോഷയ്യു എന്ന് പറയുന്ന ഒരു ചെറുക്കൻ അവൻ്റെ ബോഡി നമ്മളുടെ വേവൂഷാനെ സാക്രിഫൈസ് ചെയ്തതും അതെല്ലാം. പെട്ടെന്ന് തന്നെ വേവൂഷാൻ കണ്ണു തുറന്നിട്ട് നമ്മുടെ ലൻഷാൻ്റെ അടുത്ത് സംസാരിക്കാനൊരുങ്ങും. ലൻഷാൻ ഇവൻ എണീറ്റ് കാണുന്നേ നല്ല സന്തോഷമാവും. അവിടെ വേവൂഷാൻ പറയുന്നത് തന്നെ, ഇത്രയും കാലവും ഞാൻ എവിടെ ആയിരുന്നു എന്ന് എനിക്കറിയത്തില്ല, നീ അത് വിശ്വസിക്കുന്നുണ്ടോ? ഇത് കേൾക്കുന്നേയും നമ്മുടെ ലൻഷാൻ പറയും, ഞാനത് വിശ്വസിക്കുന്നുണ്ട് എന്ന്. അതായത് ഇവനവിടെ പറയാൻ തുടങ്ങും, ജിയാൻചെങ് നീ ആ കൊക്കയിൽ വീണ് കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാം വന്ന് നോക്കി, നിന്റെ എല്ല് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വേവൂഷാൻ ചോദിക്കും, നീ അപ്പോൾ എന്നെ തിരക്കിയില്ലേ? അപ്പോൾ ലൻഷാൻ പറയും, ഞാൻ 3 വർഷം കഴിഞ്ഞിട്ട് വന്ന് തിരക്കി എന്ന്. എന്നാൽ വേവൂഷാന് മനസ്സിലാവത്തില്ല ലൻഷാൻ എന്തുകൊണ്ടാണ് 3 വർഷം കഴിഞ്ഞിട്ട് വന്ന് തിരക്കിയത് എന്ന്. ഇവിടെയായിട്ട് ലൻഷാൻ പറയും, ഞാൻ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന്. എന്നാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ ലൻഷാൻ മിണ്ടാതിരിക്കും. യഥാർത്ഥത്തിൽ അവന് നല്ല കുറ്റബോധം ഉണ്ടായിരുന്നു.
പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ അടുത്ത ദിവസം ആവുന്നതാ. അവിടെ നമ്മളുടെ വേവൂഷാനാണെങ്കിൽ എണീറ്റിട്ട് ആ ഗൂസൂല് മൊത്തവും കറങ്ങി നടന്നു നോക്കും. അവിടെ നമ്മളുടെ വേവൂഷാന് പഴയ കുറേ ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വേവൂഷാനാണെങ്കിൽ ഒരു പുഴയുടെ അടുത്തായിട്ട് വരുന്നതും അവിടെയായിട്ട് കുറേ മുയലുകൾ ഇരിക്കുന്ന കാണും. ഇത് കാണുന്ന ഈ വേവൂഷാന് ഭയങ്കര സന്തോഷമാവും. അവനത് കാണുന്നതും ചിരിച്ചുകൊണ്ട് ചോദിക്കും, ആഹാ, നിങ്ങളെ ഇപ്പോഴും ഇവിടെ ലൻഷാൻ വളർത്തുന്നുണ്ടോ എന്ന്. സത്യം പറഞ്ഞാൽ ഗൂസൂലാണെങ്കിൽ പെറ്റ്സിനെ വളർത്തുന്നത് അല്ലോടെയല്ല. യഥാർത്ഥത്തിൽ നമ്മളുടെ ലൻഷാനാണെങ്കിൽ ആ റൂൾസ് എല്ലാം തെറ്റിച്ചിട്ടാണ് ഈ മുയലിനെയൊക്കെ അവിടെ വളർത്തുന്നത്. അങ്ങനെ നമ്മുടെ വേവൂഷാൻ താഴെ വന്ന് നോക്കുമ്പോൾ അവിടെ ലൻഷാൻ കുളിക്കുമായിരുന്നു. അവൻ്റെ മുതുകിലായിട്ട് ഒരുപാട് അടിച്ച പാടുണ്ടായിരുന്നു. ഇത് കാണുന്നേ വേവൂഷാൻ നല്ലതുപോലെ ഷോക്കായി പോവും. അവിടെയായിട്ട് വേവൂഷാൻ നോക്കുമ്പോൾ എന്തുവാ, നമ്മുടെ ലൻഷാൻ്റെ ചെസ്റ്റിൻ്റെ അടുത്തായിട്ട് ഒരു ട്രയാങ്കിൾ രീതിയിൽ പൊള്ളിയ പാടുമുണ്ട്. അതായത് നമ്മുടെ വേവൂഷാൻ്റെ നെഞ്ചിൽ ഒരിക്കൽ പൊള്ളിയിലായിരുന്നു അതേ പാട്. ഇത് കാണുന്നേ അവൻ കുറച്ചുകൂടി ഷോക്കാവും. അങ്ങനെ നമ്മളുടെ വേവൂഷാൻ വന്നിട്ട് ലൻഷാൻ്റെ അടുത്ത് ചോദിക്കും, നിന്റെ ഈ മുതുകിലൊക്കെ എന്ത് പറ്റിയതാ? നീ ഇവിടുത്തെ എല്ലാവർക്കും അഭിമാനമായിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് അല്ലേ, പിന്നെ നിനക്ക് എങ്ങനെയാ ഇത്രയും വലിയൊരു പണിഷ്മെന്റ് കിട്ടിയത്? ഇത് കേൾക്കുന്നേം ലൻഷാൻ ഒന്നും പറയാൻ റെഡി ആവത്തില്ല. ഇവിടെ നമ്മളുടെ വേവൂഷാനാണെങ്കിൽ ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൻ 16 വർഷങ്ങൾക്ക് ശേഷമല്ലേ ഇവിടോട്ട് തിരിച്ചു വന്നിരിക്കുന്നത്. അവന് തന്നെ അറിയത്തില്ല അവൻ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന്. പെട്ടെന്ന് അവിടെയുള്ള ഗൂസൂല സ്റ്റുഡൻസ് വന്നിട്ട് നമ്മളുടെ ലൻഷാൻ്റെ അടുത്ത് പറയും, അതായത് അവൻ്റെ അങ്കിളാണെങ്കിൽ നേരത്തെ കൊണ്ടുവന്ന വാളിനെ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ട് ഇപ്പൊ പരിക്ക് പറ്റി കിടക്കുക എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ വേവൂഷാനും ലൻഷാനും കൂടി അങ്കിളിനെ കാണാൻ വേണ്ടിയിട്ട് വരും. അവിടെ വന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും, അതായത് ആ വാളിനകത്ത് ഒരു പ്രത്യേകതരം ബ്ലാക്ക് മാജിക് ഉണ്ട് എന്ന്. നമ്മളുടെ വേവൂഷാനായിരുന്നാലും അതിലൊന്ന് പിടിച്ചു നോക്കും. അപ്പോൾ അവന് ഫീൽ ചെയ്യുന്നത് തന്നെ അവൻ ക്രിയേറ്റ് ചെയ്ത മറ്റേ ആൽമനറ്റില്ലേ, ആ സംഭവത്തിന്റെ പ്രസൻസ് ആയിരുന്നു. വേവൂഷാനൊന്നും മനസ്സിലാവത്തില്ല. പിന്നീട് കാണിക്കുന്ന നമ്മുടെ വേവൂഷാനും ലൻഷാനോട് ചേർന്നിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാ. അവിടെ നമ്മുടെ വേവൂഷാൻ പറയാൻ തുടങ്ങും, യഥാർത്ഥത്തിൽ ഇന്നയൺ എന്ന് പറഞ്ഞ ആ ഒരു കല്ലിന് 4 പോർഷൻസ് ഉണ്ടെന്നല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അതിന് 5 പോർഷൻ ഉണ്ട്. അതിലൊരു പോർഷൻ എനിക്ക് ആ മോൺസ്റ്ററിന്റെ അകത്തുനിന്നാണ് കിട്ടിയത്. അതേപോലെ തന്നെ ഒരു പോർഷൻ ഇപ്പോൾ കാണുന്നുമില്ല. മിക്കവാറും ആ ഒരു പോർഷൻ ഷൂയാങ്ങിന്റെ കയ്യിലായിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ പിന്നിലെല്ലാം എന്തൊക്കെയോ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യമുണ്ട്. നിനക്ക് തോന്നുന്നുണ്ടോ ഇതെല്ലാം ഒറ്റ സ്ഥലത്ത് തന്നെ നടക്കുമെന്ന്? ഞാൻ തിരിച്ചു വന്നതും ഈ വാള് വന്നതും അതേപോലെ മോഷയുവിന്റെ വീട്ടിലായിട്ട് ആൾക്കാരുടെ ദേഹത്ത് ബാധ കയറിയതും ഇതിന്റെ എല്ലാം പിന്നിൽ ഏതോ ഒരു മാസ്റ്റർ മൈൻഡ് ഉണ്ട്. അവരെ എന്നെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ലൻഷാനും അതെല്ലാം സത്യമായിട്ട് തോന്നും. അവനവിടെ പറയും, നമുക്കതിനെപ്പറ്റി കണ്ടുപിടിക്കാമെന്ന്. അങ്ങനെ നമ്മളുടെ വേവൂഷാനും ലൻഷാനും കൂടി ചേർന്നിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അവരങ്ങനെ ഒരു വലിയൊരു സിറ്റിയിലായിട്ട് വരും. അവിടെ വെച്ച് നമ്മളുടെ വേവൂഷാൻ കുറേ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. അവിടെ വെച്ച് അവന് മനസ്സിലാവും, നമ്മളുടെ ആ ബ്ലേഡ് മാസ്റ്റർ ഇല്ലേ, അവൻ എന്തോ ഒരു അറിഞ്ഞൂടാത്ത കാര്യത്തിന്റെ പേരിൽ മരിച്ചുപോയി എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ആ ജിൻലിംഗും ഉണ്ടായിരുന്നു. അതായത് നമ്മളുടെ വേവൂഷാന്റെ ചേച്ചിയുടെ മോൻ. ഇപ്പോഴാണ് നമ്മളുടെ വേവൂഷാന് അവൻ ആരാണെന്നൊക്കെ കറക്റ്റ് മനസ്സിലായിട്ടുള്ളത്. ഇവിടെ നമ്മളുടെ ജിൻലിങ്ങിനാണെങ്കിൽ അങ്ങ് ഭയങ്കര ദേഷ്യവാ. ഇതൊക്കെ കാണുന്നേ വേവൂഷാൻ വിചാരിക്കും, അവൻ്റെ അച്ഛൻ്റെ ക്വാളിറ്റീസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, എൻ്റെ ചേച്ചിയുടെ ഒരു ക്വാളിറ്റി പോലും അവൻ്റെ അടുത്ത് ഇല്ലല്ലോ എന്ന്. വേവൂഷാനാണെങ്കിൽ ജിൻലിങ്ങിൻ്റെ കൂടെയാണെങ്കിൽ നല്ലതുപോലെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കാനൊക്കെ തുടങ്ങും. പെട്ടെന്ന് തന്നെ ഈ ജിൻലിങ് അവനാണെങ്കിൽ പറയും, നിനക്ക് എൻ്റെ ഫെയറീനെ അറിയാവോ? ഞാൻ എൻ്റെ ഫെയറീനെ വിളിക്കുവാണ്. ഇത് കേൾക്കുന്നേ നമ്മളുടെ വേവൂഷാൻ വിചാരിക്കും അതേതേലും പെങ്കൊച്ചായിരിക്കുമെന്ന്. യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ ജിൻലിങ് പറഞ്ഞ ഫെയറി എന്ന് വെച്ചാൽ അവൻ്റെ പട്ടിക്കുട്ടിയായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മളുടെ വേവൂഷാന് ഈ പട്ടി എന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണല്ലോ. അവൻ ജീവനും കൊണ്ട് ഓടും. ഇവിടെ നമ്മളുടെ വേവൂഷാനെ രക്ഷിക്കാൻ വരുന്നത് നമ്മുടെ ലൻഷാനാണ്. അവനവനെ പ്രൊട്ടക്ട് ചെയ്യും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേവൂഷാനും ലൻഷാനും കൂടി ഒരു സ്ഥലത്തോട്ട് കാര്യങ്ങളൊക്കെ തിരക്കി പോകുന്നതാണ്. അതായത് ഇവർക്കിപ്പോൾ കുറേ ക്ലൂവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ വേവൂഷാൻ വീണ്ടും പട്ടിയുടെ സൗണ്ട് കേൾക്കുന്നേ. വേഗം തന്നെ നമ്മുടെ ലൻഷാന്റെ പുറകിലായിട്ട് വിളിക്കും. അവിടെ ലൻഷാൻ ചോദിക്കും, നിനക്ക് എന്താ ഇത്രയ്ക്കും പേടിയെന്ന്. അപ്പോൾ നമ്മളുടെ വേവൂഷാൻ പറയും, പണ്ട് ജിയാൻ ചെങ് ആണെങ്കിൽ അവൻ്റെ പട്ടീനെ വിട്ടിട്ട് എന്നെ കടിപ്പിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. പണ്ട് തൊട്ടേ എനിക്ക് പട്ടീന്ന് വെച്ചാൽ പേടിയാ. കാര്യം ഞാൻ തെരുവിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന സമയത്തും പട്ടികൾ എന്നെ ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ലൻഷാനും വേവൂഷാനും കൂടി ചേർന്നിട്ട് ഒരു കല്ലറയുടെ അടുത്തായിട്ട് വരുന്നതാണ്. അതൊരു വലിയ കല്ലറയായിരുന്നു. അവരങ്ങനെ അവിടെ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് പൊളിഞ്ഞു കിടക്കുക. അകത്ത് വന്ന് അവർ നല്ലതുപോലെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കും. അവിടെയായിട്ട് ഒരു ഭിത്തിയിൽ മണ്ണിൻ്റെ അകത്തായിട്ട് നമ്മളുടെ ജിൻലിംഗും ഇരിക്കുന്നതായിട്ട് ഇവർ കാണും. ഇത് കാണുന്നേം രണ്ടുപേരും നല്ലപോലെ ഷോക്കായിട്ടുണ്ടായിരുന്നു. ജിൻലിങ്ങിനാണെങ്കിൽ ഇപ്പോൾ ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളുടെ ലൻഷാനായിരുന്നാലും വേവൂഷാനായിരുന്നാലും അവനെ പവർ കൊടുത്ത് ഉണർത്താനൊക്കെ നോക്കും. എന്നാൽ അവൻ പെട്ടെന്നൊന്നും ഉണർന്ന ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളുടെ വേവൂഷാനും ലൻഷാനും കൂടി ജിൻലിങ്ങിനെയും കൊണ്ട് പുറത്തു വരും. എന്നാൽ പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ഒരാൾ ഓടിപ്പോകുന്ന സൗണ്ട് കേൾക്കും. ഇത് കാണുന്നേ നമ്മുടെ ലൻഷാനാണെങ്കിൽ
ആണെങ്കിൽ വേഗം തന്നെ അവനെ ഫോളോ ചെയ്ത് പോവാനായിട്ട് ഒരുങ്ങും. വിഭൂഷൺ വേഗം തന്നെ ജിൻലിങ്ങിനെയും കൊണ്ട് റൂമിലായിട്ട് വരും. അവിടെ നമ്മളുടെ വിഭൂഷൺ നോക്കുമ്പോൾ മനസ്സിലാവും, അതായത് നമ്മളുടെ ജിൻലിങ്ങിന്റെ കാലിലായിട്ട് കുറച്ച് ഈവിൽ ശക്തികളില്ലേ, അതൊക്കെ കയറി കൂടിയിട്ടുണ്ടായിരുന്നു. അവന്റെ കാലിപ്പോൾ മോശ അവസ്ഥയിലാണ്. അതേസമയം തന്നെ നമ്മുടെ ജിൻലിങ്ങും കണ്ണു തുറക്കും. ഇവനാണെങ്കിൽ വിഭൂഷൺ അടുത്ത് നിൽക്കുന്ന കാണുന്നതും പേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി എങ്ങ് ഓടും അവന്റെ അങ്കിളിനെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മളുടെ ജിയാൻചങ് ആണെങ്കിൽ ജിൻലിങ്ങിനെ കാണുന്നതും അവനെ പിടിച്ചിരുത്തി ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. ഇവിടെയായിട്ട് നമ്മളുടെ വിഭൂഷാന് ഓടി വന്നിട്ടുണ്ടായിരുന്നു. വിഭൂഷാന് പട്ടിന്ന് വെച്ചാൽ പേടിയല്ലേ, ഒരു പട്ടി വന്ന് ഇവന്റെ മുമ്പിൽ ചാടുന്നതും ഇവനാണെങ്കിൽ ജിയാൻചങ്ങിന്റെ മുമ്പിലായിട്ട് വന്നങ്ങ് പെടും. ജിയാൻചങ്ങിന് ആദ്യം തൊട്ടേ ഡൗട്ടുണ്ട് ഇവൻ വിഭൂഷാനാണോ എന്ന്. ജിയാൻചങ് അവനിട്ട് നല്ലൊരു അടി കൊടുക്കും. അവസാനം നമ്മളുടെ വിഭൂഷൺ അവന്റെ മാസ്ക് ഊരി കാണിക്കും. പിന്നീട് കാണിക്കുന്നത് ജിയാൻചങ്ങും വിഭൂഷാനും കൂടി ഒരു ഹോട്ടൽ റൂമിലായിട്ടിരുന്ന് സംസാരിക്കുന്നതാ. നമ്മുടെ വിഭൂഷന് മുമ്പിലായിട്ടൊരു പട്ടിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ വിഭൂഷന് നല്ല പേടിയായിട്ടിരിക്കുക. ജിയാൻചങ് എല്ലാ കാര്യത്തിനും അവനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ നമ്മളുടെ വിഭൂഷനാണെങ്കിൽ ഒന്നിനും റിപ്ലൈ കൊടുക്കത്തില്ല. അങ്ങനെ ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ നമ്മളുടെ ജിൻലിങ് അകത്തോട്ട് കയറി വരും. അവൻ വന്നിട്ട് അവന്റെ അങ്കിളിന്റെ അടുത്ത് ഒരു സ്ഥലത്തെ ഇൻസിഡന്റിനെ പറ്റി പറയും. ഇത് കേൾക്കുന്നേം ജിയാൻചങ് ജിൻലിങ്ങിനെ വിഭൂഷനെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവും. എന്നിട്ട് പറയുന്നത് തന്നെ ഇവനെ എങ്ങോട്ടും പോകാൻ സമ്മതിക്കരുത് എന്നാണ്. എന്നാൽ നമ്മുടെ ജിൻലിങ്ങിനാണെങ്കിൽ അങ്ങനൊന്നുമില്ല. അവൻ വിഭൂഷാനടുത്ത് പറയും, എൻ്റെ അങ്കിളിന് പ്രാന്ത, അങ്കിള് നിന്നെ വിഭൂഷനായിട്ട് കരുതി വെച്ചേക്കുക, എനിക്ക് നന്നായിട്ടറിയാം നീ വിഭൂഷനല്ല എന്ന്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ആ മോഷൻയുവിന്റെ വൃത്തിയായിട്ട മാസ്ക് ഇട്ടുകൊണ്ടല്ലേ നടക്കുന്നത്. പോരാത്തന്നെ നീ നേരത്തെ എന്നെ രക്ഷിക്കാനും നോക്കിയതല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തവണ നിന്നെ രക്ഷിക്കാമെന്നും പറഞ്ഞിട്ട് ജിൻലിങ് ആണെങ്കിൽ വിഭൂഷനെ കെട്ടിവെച്ചിരുന്ന ആ ഒരു കയറ് പോലത്തെ സംഭവമില്ലേ, അതങ്ങ് അവൻ എടുത്ത് വാങ്ങിക്കും. എന്നിട്ട് വിഭൂഷനെ കൊണ്ട് രക്ഷപ്പെടാൻ നോക്കും. വിഭൂഷൺ ഒരു കാട്ടിലെത്തുന്നതും പെട്ടെന്ന് തന്നെ ജിൻലിങ്ങിന്റെ പുറകെ നിന്ന് വന്നിട്ട് അവന്റെ കഴുത്തിനിട്ടടിച്ച് അവനെ ബോധം കെടുത്തി അങ്ങ് കിടത്തും. എന്നിട്ട് വിഭൂഷൺ അവന്റെ കാലിലുണ്ടായിരുന്ന ആ ഒരു ഈവിൾ സ്പിരിറ്റ് ഇല്ലേ, അതിനെ അവന്റെ ദേഹത്തായിട്ട് അങ്ങ് വാങ്ങിച്ചെടുക്കും. പിന്നീട് കാണിക്കുന്നത് വിഭൂഷൺ നേരെ നമ്മുടെ ലൻഷാനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാ. അവനെ വന്ന് നോക്കുമ്പോൾ ലൻഷാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവിടുത്തെ മൂണിനെയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. വിഭൂഷൺ ഇവനെ കാണാൻ വേണ്ടി അടുത്ത് വരുന്നതും ലൻഷാന് മനസ്സിലാവും, അതായത് വിഭൂഷന്റെ ദേഹത്തായിട്ട് ഈവിൾ സ്പിരിറ്റ് കയറിയിട്ടുണ്ട് എന്ന്. അവനങ്ങനെ വേഗം തന്നെ വിഭൂഷന്റെ കാല് പിടിച്ച് പൊക്കി നോക്കും. അപ്പോൾ എന്തുവാ, അവന്റെ കാലിലെല്ലാം കറുത്തിരിക്കുമായിരുന്നു. ലൻഷാൻ അവിടെ ചോദിക്കുമ്പോൾ വിഭൂഷൺ അവിടെ സത്യം എല്ലാം പറയും. ഇങ്ങനെയാണ് നടന്നത്, കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം എന്ന്. എന്നാൽ നമ്മുടെ ലൻഷാൻ അങ്ങനെയൊന്നും വെറുതെ വിടാൻ ഉദ്ദേശമില്ലായിരുന്നു. ലൻഷാൻ പറയും, ഞാൻ നിന്നെ എടുത്തുകൊണ്ട് പോകാം എന്ന്. എന്നാൽ നമ്മുടെ വിഭൂഷൺ അത് താല്പര്യമില്ല. എങ്കിലും ലൻഷാൻ പറയും, പണ്ട് നീയോ എന്നെ എടുത്തോട്ടെ എന്ന് ചോദിച്ചതല്ലേ, അതൊക്കെ നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ എന്നും പറഞ്ഞിട്ട് ലൻഷാൻ നമ്മളുടെ വിഭൂഷനെ എടുത്തുകൊണ്ട് നടക്കാൻ തുടങ്ങും. അവിടെ വിഭൂഷൺ ചോദിക്കും, അല്ല നീ എന്നെ എങ്ങനെയാ മനസ്സിലാക്കിയത്? അപ്പോൾ നമ്മളുടെ ലൻഷാൻ പറയും, അത് നീ തന്നെയാണ് ഈ പറഞ്ഞു തന്നത്, നീ തന്നെയാണ് അതിനുള്ള ക്ലൂ തന്നത് എന്ന്. എന്നാൽ വിഭൂഷൺ അത് എന്താണെന്ന് ഓർമ്മ വരത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ വിഭൂഷനും ലൻഷാനും കൂടി ചേർന്നിട്ട് മറ്റേ ഗുഹയുടെ പുറത്തുനിന്ന് ഒരാളെ പിടിച്ചില്ലായിരുന്നോ, അയാളെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാ. ഇത് വേറെ ആരും ആയിരുന്നില്ല, നമ്മളുടെ വിഭൂഷന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ ഗൂസൂല് പഠിക്കുന്ന സമയത്ത്, അവൻ തന്നെയായിരുന്നു. ഇവിടെയായിട്ട് ഇവനാണ് ഇപ്പോൾ ആ ബ്ലേഡ് മാസ്റ്ററിന്റെ സ്ഥാനത്തായിട്ട് ഇരിക്കുന്നത്. അതായത് ആ ഒരു ക്ലാനിന്റെ ലീഡർ എന്ന് വെച്ചാൽ ഇവനാണ്. എന്നാൽ ഇവൻ എല്ലാവരത്തും പറയുന്നത് എനിക്കൊന്നും അറിഞ്ഞൂടാ, എനിക്ക് ലീഡർ ആവണ്ട എന്നൊക്കെയാണ്. അതായത് ഇവൻ ആക്ട് ചെയ്യുന്നത് തന്നെ ഒരു പേടിത്തൊണ്ടനെ പോലെയാ. ഇവിടെയായിട്ട് നമ്മളുടെ വിഭൂഷനും ലൻഷാനും ഒക്കെ ആയിരുന്നാലും കുറേ കാര്യങ്ങളൊക്കെ ഇവൻ്റെ അടുത്ത് ചോദിക്കും. ഇവൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഇവർക്ക് കുറേ ക്ലൂവും കാര്യങ്ങളൊക്കെ കിട്ടും. യഥാർത്ഥത്തിൽ ഇവർ പോയ ആ ഒരു ശവക്കല്ലറയില്ലേ, ആ കല്ലറയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ കുഴിച്ചിടാനുള്ള കല്ലറയല്ല, പകരം ഇവരുടെ തലമുറയിലുള്ള ആൾക്കാരുടെ എല്ലാം വാളുകളില്ലേ, ആ വാളുകളുടെ ആത്മാവിനെ കുഴിച്ചിടുന്നൊരു സ്ഥലമാണ്. അതായത് ഈ ക്ലാനിൽ ഉണ്ടായിരുന്ന മാസ്റ്റേഴ്സിൻ്റെ എല്ലാം വാളുകൾക്ക് ഒരു പ്രത്യേകതരം ശക്തിയുണ്ട്. ആ ശക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മളുടെ വിഭൂഷൺ യൂസ് ചെയ്തിരുന്ന ആ ടൈഗർ ആൽമൽറ്റ് ഇല്ലേ, അതിൻ്റെ പോലത്തെയൊക്കെ ശക്തിയാണ്. ഇവിടെ നമ്മളുടെ വിഭൂഷന്റെ അടുത്തും അതേപോലെ തന്നെ ലൻഷാന്റെ അടുത്തും സംസാരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതോ ഒരു വാളിൻ്റെ എനർജിയാണ്. അതിനെ ഫോളോ ചെയ്തിട്ടാണ് ഇപ്പോൾ ലൻഷാനും വിഭൂഷനും ഇവിടം വരെ എത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മളുടെ ഈ വിഭൂഷന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ പറയും, അതായത് അവൻ്റെ ചേട്ടനായിട്ടുള്ള ബ്ലേഡ് മാസ്റ്ററില്ലേ, അവൻ്റെ മരണം ഭയങ്കര ക്രൂരമായിരുന്നു എന്ന്. ആർക്കും മനസ്സിലായിട്ടില്ല അതിൻ്റെ പിന്നിലുള്ള പ്രശ്നം എന്താ എന്ന്. ഇവിടെയായിട്ട് നമ്മുടെ ലൻഷാനും വിഭൂഷനും കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ തുടങ്ങും. അതായത് ഒരു പക്ഷേ ഇവരെടുത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ബ്ലേഡ് എന്ന് വെച്ചാൽ മിക്കവാറും നമ്മളുടെ ആ ബ്ലേഡ് മാസ്റ്ററിൻ്റെ ബ്ലേഡ് ആവാൻ ചാൻസ് ഉണ്ട് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ലൻഷാനും വിഭൂഷനും കൂടി ഒരു ടീ ഷോപ്പിലായിട്ട് വന്നിരുന്ന്
ഇരുന്ന് ഡ്രിങ്ക് ചെയ്യുന്നതാണ്. അവിടെ അടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ കുറേ ഇൻസിഡന്റിനെ പറ്റിയൊക്കെ പറയും. അതായത് ഷൂയാങ്ങിനെ പറ്റിയും അവിടുത്തെ ആ കല്ലിനെ പറ്റിയും ഇതിന്റെ എല്ലാം പുറകിലായിട്ടുള്ള മെയിൻ ആളെന്ന് വെച്ചാൽ വേറെ ആരുമല്ല നമ്മളുടെ വേവൂഷാനാണെന്നും പറയും. ഇതൊക്കെ കേൾക്കുന്ന വേവൂഷാൻ നല്ലതുപോലെ ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. അവനവിടെ ഒരു വൈൻ എടുത്ത് കുടിക്കാൻ വരുന്നതും പെട്ടെന്ന് തന്നെ നമ്മളുടെ ലൻഷാൻ അവന്റെ കയ്യിൽ നിന്ന് ആ വൈൻ തട്ടിപ്പറിച്ച് വാങ്ങിച്ചങ്ങ് കുടിക്കും. സംഭവം എന്താണെന്ന് വെച്ചാൽ ലൻഷാൻ അങ്ങനെ കുടിക്കാറൊന്നുമില്ല. ഇത് കാണുന്ന വേവൂഷാന് നല്ലപോലെ ഷോക്കാവും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.